തിരുവനന്തപുരം നെടുമങ്ങാട് പെരുമ്പാമ്പിനെ പിടികൂടി. 12 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ റോഷ്നിയാണ് പാമ്പിനെ പിടികൂടിയത്. മൂവാറ്റുപുഴ പേരമംഗലത്തെ തിരുപേരമംഗലത്തപ്പൻ ക്ഷേത്രത്തിൽ നടന്ന മിഥുനമാസ ആയില്യ പൂജ ദർശിക്കാൻ ചലച്ചിത്ര താരം ഭാമ അടക്കം നിരവധി പേരെത്തി. ഈ വർഷത്തെ അവസാന ആയില്യ പൂജയാണിത്. തിരുവനന്തപുരം കണ്ടല അരുമാളൂരിൽ വീടിനു നേരെ ഗുണ്ടാസംഘം ആക്രമണം നടത്തിയ സംഭവത്തിൽ ഒരാൾ പിടിയിലായത് കണ്ടല സ്വദേശി അർജുൻ. ആക്രമണം നടന്നത് അരുമാളൂർ സ്വദേശി ബിജുവിന്റെ വീടിനു നേരെ. തൃശൂർ ഗുരുവായൂരിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്നു മോഷണം. ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാന ടൂറിസം വകുപ്പ് മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ 2023 കയാക്കിംഗ് മത്സരങ്ങളുടെ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്തു. ദൃശ്യമാധ്യമ വിഭാഗത്തിലെ മികച്ച ക്യാമറമാൻ പുരസ്കാരത്തിന് അർഹനായ CTV ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖം പുരസ്കാരം ഏറ്റുവാങ്ങി. കോടഞ്ചേരി പുലിക്കയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പുരസ്കാരം സമ്മാനിച്ചു. ദുബായിൽ പാകിസ്ഥാനിയുടെ മർദ്ദനമേറ്റ് മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ദുബായിൽ മോഷണ ശ്രമത്തിനിടെ പാക് പൗരന്റെ ആക്രമണത്തിൽ മരിച്ച കൊല്ലം ശൂരനാട് സ്വദേശി പ്രദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. അപകടങ്ങൾ തുടർക്കഥയായി മുതലപ്പൊഴി. 4 പേരുമായി മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചുവരുന്ന വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേരെയും രക്ഷപ്പെടുത്തി. പ്രമുഖ ടെലിവിഷൻ പരമ്പര മറിമായം ടീമിന്റെ സിനിമ പഞ്ചായത്ത് ജെട്ടി ജൂലൈ 26-ന് തിയേറ്ററുകളിൽ. മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനുമാണ് തിരക്കഥ. യാത്രാ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു നാട്ടിൻ പുറത്തെ ജീവിത തുടിപ്പുകളാണ് ചിത്രത്തിന്റെ പ്രമേയം. ഉത്തർപ്രദേശ് ഉന്നാവിൽ ഡബിൾ ഡക്കർ ബസ് ടാങ്കറിലിടിച്ച് 18 പേർ മരിച്ചു. അപകടം ആഗ്ര ലക്നൌ എക്സ്പ്രസ്വേയിൽ രാവിലെ. അപകടത്തിൽപ്പെട്ടത് ബീഹാറിലെ സീതാമർഹിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന ബസ്. തൃശൂർ മണലൂർ പൂവശ്ശേരി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകരുകയും റോഡിൽ വിള്ളൽ രൂപപ്പെടുകയും ചെയ്തു. മണലൂർ പഞ്ചായത്തിലെ 18, 11 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് തകർന്നത്. നിരവധി പേർ ആശ്രയിക്കുന്ന പാലത്തിന്റെ അരികുകൾ എത്രയും പെട്ടെന്ന് ബലപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ ചാവക്കാട് ജ്വല്ലറി സെക്യൂരിറ്റിയെ ബാർ ജീവനക്കാരൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തിരുവത്ര സ്വദേശി ഉമ്മറിനാണ് മർദ്ദനമേറ്റത്. ബാറിൽ കാറുമായി വന്ന വ്യക്തിക്ക് വഴിയിൽ ബൈക്ക് തടസ്സമാകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ഉമ്മറിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഹയാത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റി.